ചരിത്രത്തിലേക്ക് ചെറിയൊരു തിരിഞ്ഞുനോട്ടം. നേരത്തെ ശ്രീ അബിൻ വർക്കി കൂടി ഓർമ്മിച്ചത് ശ്രീ NK പ്രേമചന്ദ്രൻ ഇന്ന് പറഞ്ഞത് NK പ്രേമചന്ദ്രൻ എന്ന കേരളത്തിലെ MP കേരളത്തിലെ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ പാർലമെന്റിലെ ക്യാന്റീനിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണത്തിനുള്ള ക്ഷണം സ്വീകരിച്ചതിനെ കുറിച്ച് CPM അന്ന് ഉയർത്തിയ ആരോപണം ഇത് അന്തർധാരയാണ്. രാഷ്ട്രീയമായി ഉടൻ തന്നെ NK പ്രേമചന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ്. ഇത് വലിയ രീതിയിലുള്ള അടിയൊഴുക്കിനും മറ്റുമായുള്ള ചർച്ചയാണെന്നാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ നടന്ന പാർലമെന്റ് ക്യാന്റീനിൽ വെച്ച് ഉച്ചഭക്ഷണത്തിന് ക്ഷണം സ്വീകരിച്ചതിനെ കുറിച്ച് ആ നിലപാടിൽ ഇപ്പോൾ മാറ്റമുണ്ടോ? മാധ്യമങ്ങളുടെ മുമ്പിൽ നടന്ന ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഒരു മാറ്റമില്ല. കാരണം അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരിൽ 2 പേര് BJP പോയി. അതിന് ശ്രദ്ധയുണ്ടോ? പ്രേമേന്ദ്രന്റെ കൂടെ പങ്കെടുത്ത 2 പേര് അവര് ഒരാഴ്ച കൊണ്ട് BJP പോയി. പ്രേമേന്ദ്രനോട് പോയില്ല എന്നുള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. അപ്പൊ ആ ചർച്ചയെ പറ്റി അപ്പോൾ BJP നേതാക്കളുമായി ചർച്ച നടത്തിയാൽ പിടിക്കുന്ന കാലമാ അവർ BJPയിലേക്ക് പോകുമോ? പൈസ കൊടുത്ത് MP വാങ്ങുന്ന സമയമാണ്. ശ്രീ M പ്രകാശൻ, BJP നേതാക്കളുമായി ചർച്ച നടത്തുന്നവർ BJPയിൽ പോകുമെന്നാണോ? ഞാൻ ചോദിക്കുന്നത് അന്ന് നിങ്ങള് തട്ടിന് തെറിട്ട് പറയില്ല. ഞാൻ ചോദിച്ചത് അന്ന് പ്രേമേന്ദ്രന്റെ കൂടെ ചർച്ച നടത്തിയ 2 MP BJPയിലേക്ക് പോയില്ലേ? പ്രേമേന്ദ്രൻ പോയില്ല, ശരിയാണ്. അപ്പോ അന്ന് നടന്ന ചർച്ചയെ പറ്റി പറയണ്ടേ? ആ പറയുന്നത് തെറ്റാണോ? തെറ്റാണോ ശ്രീ അബിൻ വർക്കി? നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കറിയാം. ശ്രീ അബിൻ വർക്കി